nurturing and uplifting our students is invaluable, and we deeply cherish your contribution. As we embark on this evening of celebration togetherness, we hope to fill your hearts with pride and joy. Thank you for gracing this special day. Thank you. I now invite Master Rigved, who is studying in UKG, to address the gathering on this special occasion. Let's welcome him with a big round of applause. I am studying UKG. I am very happy to be here on this special day. Today we celebrate the annual day of Prasthan in this school with joy and excitement. Our school is a place where we learn, play and grow every day. We have a wonderful teachers who guide and support us always. Our parents encourage and help us to do our best and attempt to enjoy and show our talents. Let's all have a fun and memorable evening. May our school continue to go and succeed forever. Thank you. Thank you, Rigved, for your wonderful words. A school that begins its program with the prayer is the one that lives in seeking divine blessings. Let us bow our heads and pray. Devame
ഓരോ ലെറ്ററിനും ഓരോ അർത്ഥമുണ്ട്. സ്വന്തം കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് തനിലെ ചിന്താത്മകമായ ആഗ്രഹങ്ങളെ സമൂഹ നന്മയ്ക്കായി ബഹുമാന മര്യാദകളോടെ ഉപയോഗപ്പെടുത്തുന്നവൻ മഹാൻ എന്നതാണ് പ്രസ്ഥാന്റെ മോട്ടോ. ഇത്തരം മഹാന്മാരെ വാർത്തെടുക്കുക എന്നത് തന്നെയാണ് പ്രസ്ഥാന ലക്ഷ്യം. ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിന് കുടുംബത്തിനുള്ളതുപോലെ ഒരു പ്രധാന പങ്ക് വിദ്യാലയങ്ങൾക്കുണ്ട്. പാഠപുസ്തകത്തിലെ അറിവിനേക്കാളുപരി ഇന്ന് വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന പുതുതലമുറയെ സത്യത്തിന്റെയും നന്മയുടെയും പാതയിലൂടെ നടത്തി സംസ്കാര സമ്പന്നരായി വളർത്തേണ്ട ഉത്തരവാദിത്വം ഓരോ വിദ്യാലയത്തിനുമുണ്ട്. ഇവിടെ ഈ പ്രസ്ഥാന സ്കൂളിൽ പഠിക്കുന്ന ഓരോ കുട്ടിക്കും നല്ല സംസ്കാരവും പെരുമാറ്റ രീതിയും ഞങ്ങൾ പകർന്നു നൽകുന്നു. ആ സംസ്കാരം ജീവിതത്തിൽ ഉടനീളം പകർത്താൻ അവർക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു വിദ്യാലയത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രൗഢവും മഹനീയവുമായ മുഹൂർത്തമാണ് സ്കൂൾ വാർഷികം. ഓരോ കുട്ടിക്കും തങ്ങളുടെ കലാമികവുകൾ തെളിയിക്കാൻ കിട്ടുന്ന സുവർണാവസരം. തെരഞ്ഞെടുക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല, പ്രസ്ഥാനത്തിലെ എല്ലാ കുട്ടികൾക്കും തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനുള്ള വേദിയാണ് ഈ വാർഷികാഘോഷത്തിലൂടെ ഞങ്ങൾ നൽകുന്നത്. ഇന്നത്തെ ഈ വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളേവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ആദ്യമായി പ്രസ്ഥാനം എന്ന ഈ സ്ഥാപനത്തെ തൻ്റെ ജീവവായുവായി കരുതി എല്ലാ പ്രതിസന്ധികളോടും ഒറ്റയ്ക്ക് പോരാടി ഈ വിദ്യാലയത്തെ മുന്നോട്ട് നയിക്കുന്ന ഞങ്ങളുടെ സാരഥി പ്രസ്ഥാന സ്കൂൾ ചെയർമാൻ ശ്രീ പ്രസന്നകുമാറിനെ ഞാൻ ഈ വാർഷികാഘോഷത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ പാട്ടുകളേക്കാൾ ഉപരി തന്റെ കുസൃതി നിറഞ്ഞ വർത്തമാനത്തിലൂടെ പ്രേക്ഷകരെ തന്റെ ആരാധകരാക്കി മാറ്റിയ കൊച്ചുമിടുക്കി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ താരം കുമാരി മേഘ മെഹറിനെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ആശംസകൾ അർപ്പിക്കാൻ എത്തിച്ചേർന്ന കവളപ്പാറ AUP സ്കൂൾ റിട്ടയേർഡ് HM ശ്രീമതി KT സരാദേവ് ടീച്ചറെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ജൂനിയർ അസോസിയേറ്റ് അഡ്വക്കേറ്റ് അമ്പിളി S നായരെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്കൂളിന്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും മാനേജ്മെന്റിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീമതി സരിത സിനോദിനെയും PTA സെക്രട്ടറി ശ്രീ ഷെജീറിനെയും മറ്റു PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കുന്ന നമ്മുടെ രക്ഷിതാവ് ശ്രീമതി വിനീതയെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ അധ്യാപകരെയും അനധ്യാപകരെയും എല്ലാ വിദ്യാർത്ഥിനികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുപോകുന്ന ഞങ്ങളുടെ ഊർജവും ശക്തിയുമായ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ശ്രീമതി സരിത ടീച്ചറെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ആശംസകൾ അർപ്പിക്കുന്ന ഞങ്ങളിൽ ഒരാളായ ഈ സ്കൂളിലെ സീനിയറായ ശ്രീമതി ദീപ ടീച്ചറെ ഞാൻ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ കരാട്ടയും സ്കേറ്റിംഗും പഠിപ്പിക്കുന്ന MSCയിലെ മാസ്റ്റേഴ്സിനെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ പരിപാടി ലൈവായിട്ട് ഗുരുപ്രിയ ചാനലിലും അതുപോലെ ഫേസ്ബുക്കിലും സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗുരുപ്രിയ ചാനലിൻ്റെ പ്രോഗ്രാം ചീഫ് ശ്രീ ഷീനു കൃഷ്ണനെ ഞാൻ ഇതിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പരിപാടി കാണാനും ആസ്വദിക്കാനും ഇവിടെ എത്തിച്ചേർന്ന
സന്തോഷം സ്വാഗതം ചെയ്യും. നമ്മുടെ ഈ ആഘോഷരാവിന് ശബ്ദവും വെളിച്ചവും നൽകുന്നവരെയും ഫോട്ടോഗ്രാഫേഴ്സിനെയും അതുപോലെ ഈ പരിപാടിയിൽ പേരെടുത്ത് പറയാൻ വിട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. അവസാനമായി എൻ്റെ എല്ലാ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെയും ഇവിടെ കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന പ്രസ്ഥാനത്തിലെ എല്ലാ വിദ്യാർത്ഥിനികളെയും ഞാൻ ഈ ആഘോഷരാവിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ വാർഷികാഘോഷം ഗംഭീരമാക്കാൻ നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഈ പരിപാടിയുടെ അവസാനം വരെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളേവരെയും ഒരിക്കൽ കൂടി ഈ ആഘോഷരാവിലേക്ക് നിറമനസ്സോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. It is now time for the keynote address by none other than our esteemed chairman, Sri Prasanna Kumar K. Let's put our hands together. നിറഞ്ഞ സദസ്സ്, സന്തോഷം. നമ്മുടെ ക്ഷണം സ്വീകരിച്ചതിൽ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഫ്ലവേഴ്സ് TV ടോപ്പ് സിംഗറായിട്ടുള്ള ബേബി മേധാമനും, സ്വാഗതം ആശംസിച്ച ഇന്ദുലേഖ ടീച്ചർ, റിട്ടയർഡ് ഹെഡ് മിസ്റ്റർ ശ്രീമതി സരളാദേവി ടീച്ചർ, അഡ്വക്കേറ്റ് അമ്പിളി എസ് നായർ, PTA പ്രസിഡന്റ്, സ്കൂൾ PTA പ്രസിഡന്റ് സരിത, PTA സെക്രട്ടറി ഷജീർ, മുൻ PTA പ്രസിഡന്റ് ഇപ്പോഴത്തെ പാരന്റുമായിട്ടുള്ള വിനീത, സ്കൂൾ ടീച്ചർ ദീപ ടീച്ചർ, അഡ്മിനിസ്ട്രേറ്റർ സരിത, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, നല്ലവരായ നാട്ടുകാർ, അധ്യാപക സുഹൃത്തുക്കൾ, സ്കൂൾ ബസിന്റെ ഡ്രൈവർമാർ, ആയമാർ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്നിവിടെ ഏറെ ആദരണീയമായ, ഏറെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. ഒരുപാട് ആനുവൽ ഡേ കഴിഞ്ഞതാണ്. വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകളായിട്ട് ഒരുപാട് ആനുവൽ ഡേ നമ്മൾ ആഘോഷിച്ചു. ഇന്ന് ഈ വേദിയിൽ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ആദ്യമായി ഞാൻ വിനീത നമസ്കാരം പറയുകയാണ്. ഏറെ ആദരണീയമായ കർമ്മരംഗത്ത് ജ്ഞാനവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സംസ്കരണം ചെയ്ത ആത്മപ്രകാശം വിദ്യാർത്ഥികളിൽ പകർന്നു കൊടുത്തതുമായ റിട്ടയർഡ് അധ്യാപികയും ഗുരുസ്ഥാനിയെയും ഏറ്റവും ശ്രേഷ്ഠമായി പറഞ്ഞാൽ എൻ്റെ അമ്മായിയും കൂടിയായ സരളാദേവി ടീച്ചറെ പ്രണമിച്ചുകൊണ്ട് ഈ വിദ്യാലയത്തെക്കുറിച്ചും വിദ്യാലയത്തിലെ കർമ്മ പദ്ധതികളെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഇവിടെ നമ്മുടെ കണ്ണിനും കാതിനും പ്രകമ്പനം കൊള്ളുന്നതായിട്ടുള്ള കുറേയേറെ പരിപാടികൾ ആവനാഴിയിൽ നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അത്തരം പരിപാടികൾ വീക്ഷിക്കുവാനായി നിങ്ങളുടെ ക്ഷമാപൂർവമായ കാത്തിരിപ്പ് അല്പനിമിഷത്തേക്ക് മാത്രം മതി. അല്പനിമിഷത്തിനകം ആ കലാപരിപാടികൾ, കലാനൃത്ത പരിപാടികൾ ഇവിടെ അരങ്ങേറുക.
വരാൻ പോവുകയാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കേവലം ഒരു സുപ്രഭാതത്തിൽ ഒരു രാവിലെ ഇരുട്ടി വെളുത്തപ്പോൾ തുടങ്ങിയ സ്കൂളല്ല. ഈ സ്കൂളിന് കുറേയേറെ കാഴ്ചപ്പാടുകളും പദ്ധതികളുമായിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. 1990-95 കാലഘട്ടത്തിൽ ഈ സ്കൂളിൻ്റെ ഒരു നാഴികക്കല്ല് അവിടെ പിറക്കുകയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം, മനുഷ്യ മനസ്സെന്ന് പറയുന്നത് ഒരു ശക്തമായ വിളനിലമാണ്. ശക്തമായ വിളനിലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു വിത്ത് പാകിയാൽ ആ വിത്ത് കാലമാകുമ്പോൾ മഴയേറ്റ്, കാറ്റേറ്റ്, മഞ്ഞേറ്റ്, വെയിലേറ്റ് കാലം പാകമാകുമ്പോൾ അത് മുളച്ച് പൊടിച്ചു വരിക തന്നെ ചെയ്യും. ഞാൻ പറയാൻ കാരണം, 1990-95 കാലഘട്ടത്തിൽ ഞാൻ അധ്യാപകനായി കോഴിക്കോട് റഹ്മാനിയ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിൽ ആ സ്കൂളിലെ അധ്യാപകനും ഡയറക്ടറും ചെയർമാനുമായിട്ടുള്ള എഡ്മണ്ട് ജി ജേക്കബ് എന്ന വ്യക്തി, ആ വ്യക്തിയാണ് എന്നിൽ ഒരു വിത്ത് പാകിയിരിക്കുന്നത് എന്ന സത്യം ഞാൻ അറിയാൻ ഏറെക്കുറെ 10-20 വർഷം കഴിഞ്ഞു എന്നതാണ് സത്യം. എങ്ങനെയെന്നാൽ, അന്ന് പാകിയ അദ്ദേഹം, ഞാൻ ആ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കുട്ടികളോട് ഞാൻ ഒരുപാട് സ്നേഹത്തിലും, എല്ലാ കുട്ടികളും പരസ്പരം സ്നേഹത്തിലും എന്നോട് വളരെയധികം ആത്മബന്ധത്തിലും പോയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. മാത്രമല്ല, ആ മാനേജ്മെന്റിന് എന്നെ വളരെയധികം സ്നേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ എഡ്മണ്ട് ജി ജേക്കബ് എന്ന അദ്ദേഹം എന്നോട് പറയും. ഒരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, പ്രസന്നകുമാർ, താങ്കൾ ഒരു സ്കൂൾ തുടങ്ങണം, സ്വന്തമായിട്ട് ഒരു സ്കൂൾ തുടങ്ങണം. തന്നെ കൊണ്ടത് പറ്റും. സത്യത്തിൽ അന്ന് ഞാൻ ചിരിക്കുകയാണ് ചെയ്തത്. കാലമേറെ കടന്നുപോയി. നേരത്തെ പറഞ്ഞ പോലെ കാറ്റും മഴയുമേറ്റ്, മഞ്ഞും വെയിലുമേറ്റ് കാലങ്ങൾക്ക് കാലം കഴിഞ്ഞപ്പോൾ അത് പതുക്കെ മുളപൊട്ടി പുറത്തു വരികയാണ് ചെയ്തത്. പിന്നീട് ഒരു കാലത്തെ സ്കൂൾ തുടങ്ങുന്ന സംരംഭ പദ്ധതികളായി മുന്നോട്ട് പോയ സമയത്ത് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ആലോചിച്ചു. അദ്ദേഹത്തെ കാണാനായി കോഴിക്കോട് പോയി. പക്ഷേ അദ്ദേഹം വാർദ്ധക്യ സഹജമായുള്ള കാരണങ്ങളാൽ മരണപ്പെട്ടു എന്ന വാർത്തയാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്, എന്തെന്ന് കൽപ്പിച്ചാണോ ദൈവം നമ്മളെ ഈ ഭൂമിയിൽ പറഞ്ഞയക്കുന്നത്, അത് കാലമാകുമ്പോൾ പിറന്നു വീഴുക തന്നെ ചെയ്യും. സത്യത്തിൽ ഇങ്ങനെ ഒരു സ്കൂളിനെ കുറിച്ച് എനിക്ക് പദ്ധതിയേ ഉണ്ടായിരുന്നില്ല, ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഒരുപാട് പണം കയ്യിലുണ്ട്, എന്നാൽ ഒരു സ്കൂൾ തുടങ്ങിക്കളയാം, അങ്ങനെയൊന്നുമല്ല. അല്ലെങ്കിൽ വേറെ പരിപാടികളൊന്നുമില്ല, എന്നാൽ ഒരു സ്കൂൾ തുടങ്ങിക്കളയാം, അതുമല്ല. പിന്നെയോ, സത്യത്തിൽ ഒരു നിമിത്തമായിരുന്നു. ആ നിമിത്തത്തിലൂടെ കടന്ന് കേവലം 5 കുട്ടികളുമായി സ്കൂൾ ആരംഭിക്കുമ്പോൾ എന്തൊക്കെയോ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്വപ്നങ്ങൾ ആലോചിച്ച് ഞാൻ മുന്നോട്ട് പോവുകയും അതിനുശേഷം കാലങ്ങൾ ഓരോ വർഷം കഴിയുമ്പോൾ കുട്ടികളുടെ എണ്ണം കൂടി വരുന്നതായി ബോധ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ പരിപാടികളുമായി മുന്നോട്ട് പോകണമെന്നുള്ളൊരു തീരുമാനം. അപ്പോൾ സ്വപ്നത്തിന് വേഗം കൂടി, സ്വപ്നങ്ങൾ വീണ്ടും പൊട്ടിമുളയ്ക്കാൻ തുടങ്ങി. പക്ഷേ ഏതോ ഒരു അവസരത്തിൽ, ഏതോ ഒരു കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി, ഇത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം മറ്റ് പല ഇൻഡസ്ട്രികൾ നടത്തുന്ന പോലെ ഒരു ഇൻഡസ്ട്രി അല്ല ഇത്. ലാഭേച്ഛ നോക്കി നടത്തുന്ന ഒരു പദ്ധതിയാണെങ്കിൽ ഇത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഇതൊരു സംഗമ ഭൂമിയാണ്. മാനേജ്മെന്റ്, സ്കൂൾ ടീച്ചേഴ്സ്, അധ്യാപകർ, ഡ്രൈവർമാർ, ആയമാർ, കുട്ടികൾ, ഇതെല്ലാം ചേർന്നുള്ള ഒരു സംഗമ ഭൂമിയാണ്. ഒന്നിൽ പെശക് പറ്റിയാൽ സർവത്ര കുഴയും. വളരെയധികം ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ സത്യത്തിൽ എനിക്ക് വേദനയും വിഷമവും തോന്നിയിരുന്നു. വേണ്ടിയിരുന്നില്ല എന്നാൽ തോന്നിയ പല കാലഘട്ടങ്ങളും വന്നുപോയി. എന്തെന്നാൽ
പല കാലഘട്ടത്തിലും പല രീതിയിലുള്ള തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ മനുഷ്യനായി സൃഷ്ടിക്കുന്നതും മനുഷ്യനല്ലാതെ സൃഷ്ടിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഇന്ന് സ്കൂൾ ഈ കാണുന്ന രൂപത്തിൽ ആയിരിക്കുന്നത്. ഒരു പ്രശ്നം തരണം ചെയ്യുന്ന സമയത്ത് കാലത്ത് എഴുന്നേറ്റാൽ വാതിൽ തുറക്കുമ്പോൾ മുഖം മൂടി വെച്ച ഒരാൾ പുറത്തു നിൽക്കുന്നു. എന്താണ്? ഞാനൊരു പ്രശ്നക്കാരനാണ്. അപ്പൊ അവരുടെ ചോദിക്കും, എന്താ പ്രശ്നം? ഓക്കെ, ഇന്നതാണ്. ഓക്കെ, 1 മണിക്കൂർ അത് സോൾവ് ചെയ്തു, സന്തോഷമായി. അപ്പൊ പ്രതീക്ഷിച്ചു പ്രശ്നമെല്ലാം തീർന്നു. പിറ്റേ ദിവസം കാലത്തെ എനിക്ക് വാതിൽ തുറന്നപ്പോൾ കാണുന്നത് വേറൊരു ഭൂതമാണ്. അന്ന് തൊപ്പി വെച്ചിട്ടല്ല, അതിൽ ഭൂതമാണ്. ചോദിച്ചു, എന്ത് പറ്റി? ഞാനൊരു വലിയ പ്രശ്നക്കാരനാണ്. എന്താ പ്രശ്നം? അയ്യോ, ഇന്നലെ അനുഭവിച്ച പ്രശ്നത്തേക്കാൾ വലിയ പ്രശ്നം. അത് സോൾവ് ചെയ്യാൻ 2 മണിക്കൂർ മെനക്കെട്ടു. പിറ്റത്തെ ദിവസം കാണുന്നത് പ്രശ്നം അതിരൂക്ഷമായ പ്രശ്നങ്ങളാണ്. കത്തിയും കൊടുവാളുമായി മുന്നിലേക്ക് വരുന്ന പ്രശ്നങ്ങൾ, ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായുള്ള പ്രശ്നങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യൻ സൃഷ്ടിക്കുന്നതിനപ്പുറം പ്രകൃതിയും സൃഷ്ടിച്ചു തരുന്ന പ്രശ്നങ്ങൾ. നമുക്കറിയാം, കൊറോണ അതിദാരുണമായി നമ്മളെയൊക്കെ കീഴടക്കിയ കൊറോണ. ഈ കൊറോണ നമ്മളെ പോലുള്ള സംരംഭങ്ങൾ നടത്തുന്ന ഒരുപാട് വ്യക്തികളെ ബാധിച്ച ഒരു പ്രശ്നം. സാധാരണ ജനജീവിതം നയിക്കുവാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ച ആ മഹാമാരിയെ ഞാൻ ഓർക്കാൻ ഭയപ്പെടുന്നതാണ്. എങ്കിലും ഓർത്തല്ലേ പറ്റുള്ളൂ. അതെല്ലാം തരണം ചെയ്ത് എന്തു വന്നാലും മുന്നോട്ട്, ഏത് പ്രതിസന്ധിയിലും മുന്നോട്ട്, അത്തരം ഒരു കാഴ്ചപ്പാടുമായി ഒപ്പം കൂടുവാൻ സരിത ടീച്ചർ ഉള്ളതുകൊണ്ട് ആ പ്രശ്നത്തിന് ഒരു അളവ് വരെ വിരാമമാവുകയായിരുന്നു. എങ്കിലും പ്രശ്നങ്ങളുടെ ഒരു നീണ്ട നിര. ഞാൻ കരുതി ഇത് ഇന്നത്തോടെ അല്ലെങ്കിൽ നാളത്തോടെ തീരും. പക്ഷെ സത്യം അതിനപ്പുറമായിരുന്നു. അന്ന് ഞാൻ മനസ്സിലാക്കി, പണ്ടൊരു സിനിമയിൽ ദിലീപ് പറഞ്ഞ പോലെ ഇതങ്ങ് ശീലമായിരിക്കും. ഓരോ ദിവസവും കാലത്തെ എണീക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമൊന്നുമില്ലല്ലോ എന്നുള്ള ഒരു വേവലാതിയിലാണ് ഇന്ന് ഞാൻ എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ഞാൻ സന്തോഷത്തോടെ നേരിടുകയാണ്. ഇന്ന് ഞാൻ അഭിമുഖീകരിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ഈ സ്കൂൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ നിര നോക്കുവാണെങ്കിൽ വളരെ നീണ്ട നിരയുണ്ട്. പക്ഷേ അതെല്ലാം നിസ്സാരമായി സോൾവ് ചെയ്യുവാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു. കാരണം പഠിക്കാതെ നിവർത്തിയില്ല. പഠനവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും തടസ്സങ്ങളും ഒരു പേമാരി പോലെ പെയ്തിറങ്ങിയ കാലഘട്ടം. ഇനിയും അങ്ങോട്ട് അത് തന്നെ ആയിരിക്കും. അതാണ് ജീവിതം എന്ന കണ്ടെത്തലാണ് എനിക്ക് ഉണ്ടായത്. ജീവിതം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളുടെ നീണ്ട നിര. പ്രശ്നമില്ലാത്തതല്ല ജീവിതം. പ്രശ്നങ്ങളാണ് ജീവിതം എന്ന തിരിച്ചറിയലാണ് ഇന്ന് എന്നെ സ്കൂൾ നടത്തുവാൻ പ്രേരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഞാൻ എന്നോ വെച്ചൊഴിഞ്ഞിരുന്നു. കാരണം ഒരു വ്യവസായം നടത്തുന്ന കണ്ണോടെയോ ഒരു ബിസിനസ് എന്ന ചിന്താഗതിയോ ലാഭേച്ഛ നോക്കിയോ അല്ല ഞാൻ ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ സ്കൂൾ തീർത്തും ഒരു അൺഎയ്ഡഡ് സ്ഥാപനമാണ്. അൺഎയ്ഡഡ് സ്ഥാപനമായതുകൊണ്ട് തന്നെ നമുക്ക് ഗവൺമെന്റിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ബെനിഫിറ്റുകളും ഇല്ല. ഞാനത് അർഹിക്കുന്നുമില്ല, എനിക്കതിൽ താല്പര്യവുമില്ല. പക്ഷേ ഈ സ്കൂളിന്റെ നടത്തിപ്പിന് നിങ്ങളുടെ രക്ഷിതാക്കൾ നൽകുന്ന പിന്തുണ, അത് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ സ്കൂൾ ഇന്ന് കാണുന്ന ഈ നിലവാരത്തിലേക്കും ഈ സാഹചര്യത്തിലേക്കും എത്തിയിരിക്കുന്നത് എന്ന് ഞാൻ ആവേശപൂർവ്വം നിങ്ങളെ ഓരോരുത്തരും സാക്ഷിയാക്കി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ രക്ഷിതാക്കൾ തരുന്ന പിന്തുണ, 5 കുട്ടികളുടെ 5 രക്ഷിതാക്കൾ ഇന്ന് 200 കുട്ടികളുടെ രക്ഷിതാക്കളായി ഈ നാട്ടുകാരുടെ സ്കൂളായി മാറുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് കാഞ്ഞിരശ്ശേരിയുടെ, മുള്ളൂർക്കരയുടെ ഏറ്റവും നല്ല സ്കൂളായി ഈ സ്കൂൾ മാറിയിരിക്കുകയാണ്. എത്രയോ സ്കൂൾ ഈ മുള്ളൂർക്കരയും കാഞ്ഞിരശ്ശേരിയും പരിസരത്തും ഗവൺമെന്റുണ്ട്, അല്ലാത്തതും ഈ സ്കൂളിലേക്ക് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന, അഥവാ അതിന്റെ മുകളിലേക്ക് സ്ഥാനം പിടിക്കുന്ന ഒരു സ്കൂളായി പ്രസ്ഥാന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാറിയിരിക്കുകയാണ്. ഇന്ന് എനിക്കൊരു സ്വപ്നമുണ്ട്, ഇന്ന് എനിക്കൊരു സ്വപ്ന പദ്ധതിയുണ്ട്, എനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കേവലം മുള്ളൂർക്കരയിലോ കാഞ്ഞിരശ്ശേരിയിലോ അറിയപ്പെടുന്ന ഒരു സ്കൂളായി മാറ്റുക എന്നുള്ളതല്ല, മറിച്ച്
സംസ്ഥാന തലത്തിൽ, ദേശീയ തലത്തിൽ ശ്രദ്ധയാവുന്ന, ദേശീയ തലത്തിൽ ഏറ്റവും നല്ല സ്കൂളായി ഈ സ്കൂളിനെ മാറ്റിയെടുക്കുക എന്നുള്ള അധർമ്മ്യമായ ലക്ഷ്യം കൺമുന്നിൽ വെച്ചുകൊണ്ട് അതിനെ മാത്രം സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തികളാണ് ഞാനും സരിത ടീച്ചറും. അതുകൊണ്ട് തന്നെ സ്വപ്നങ്ങൾക്ക് പുറകെ ഞാൻ സഞ്ചരിക്കും. സ്വപ്നങ്ങൾ ഒരിക്കൽ യാഥാർത്ഥ്യമാകും. വലിയ വലിയ മഹാന്മാർ ഒരുപാട് സന്ദേശം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ സന്ദേശങ്ങളെയെല്ലാം അതേ അർത്ഥത്തിൽ ആത്മാവിൽ ആവിഷ്കരിച്ച്, ആത്മാവിൽ ചിത്രീകരിച്ച് ഞാൻ ഓരോ ദിവസവും കിടന്നെണീക്കുമ്പോൾ ഈ സ്കൂളിനെ മാത്രം സ്വപ്നം കണ്ടാടിയിരിക്കും. എനിക്ക് സ്വപ്നം കാണാൻ വേറെ ഒന്നുമില്ല, എനിക്ക് ചിന്തിക്കാൻ വേറെ ഒന്നുമില്ല. എനിക്ക് സ്വപ്നം കാണാൻ ഒന്നേ ഉള്ളൂ, എൻ്റെ ഈ സ്കൂളിനെ ഏറ്റവും ഉന്നതമായ സ്കൂളായി കൺവെർട്ട് ചെയ്യുക, ഏറ്റവും അനുയോജ്യമായ സ്കൂളായി, വിദ്യാഭ്യാസ രംഗത്തെ ശ്രദ്ധയൊന്നുന്ന സ്കൂളായി, എല്ലാ സാംസ്കാരിക പശ്ചാത്തലത്തിലും എൻ്റെ കുട്ടികളെ ഉന്നത നിലവാരമുള്ള സ്കൂളായി മാറ്റിയെടുക്കുക. എല്ലാ കർമ്മ പദ്ധതികളും അതിനുവേണ്ടി മാത്രമാണ്. എൻ്റെ എല്ലാ പ്രവർത്തന പദ്ധതികളും അതിനുവേണ്ടി മാത്രമുള്ളതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയ രക്ഷിതാക്കളെ, നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ള കാര്യം, നമ്മുടെ കണ്ണിൽ തുടിക്കുന്നതല്ല യഥാർത്ഥ സത്യം, നമ്മുടെ കണ്ണിൽ കാണുന്നതല്ല യഥാർത്ഥ സത്യം. നമ്മുടെ ഓരോ പ്രവർത്തനത്തിനും അതിന് കിട്ടുന്ന ഓരോ പിന്തുണയും നിങ്ങളുടെ രക്ഷിതാക്കൾ എന്നെ വിളിച്ചു, ടീച്ചറെ വിളിച്ചു, അതുപോലെ തന്നെ നേരിട്ടും ബൈ ഫോണിലൂടെയും ഞങ്ങളെ അറിയിക്കുന്ന ഓരോ പിന്തുണയും ഈ സ്കൂളിന്റെ ഓരോ നാഴികക്കല്ലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയോ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഈ സ്കൂളിനെ ആവിഷ്കരിച്ചു വെച്ചിരിക്കുമ്പോൾ, ആവാഹിച്ചു വെച്ചിരിക്കുമ്പോൾ ഈ നെഞ്ചിന്റെ തുടിപ്പ് കൂടുവാൻ ഈ സ്കൂളിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്ത് തന്നെ കഷ്ടപ്പാടുകൾ വന്നാലും, എന്ത് തന്നെ പ്രതിസന്ധികൾ വന്നാലും അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആർജവം ഞാൻ കാണിക്കുന്നതാണ്. ഇന്ന് നമുക്കറിയാം, ഏറെ കഷ്ടപ്പെട്ട മഹാന്മാർ ഒന്ന് ശ്രദ്ധിച്ച് കണ്ണോടിക്കുക. ഏറ്റവും ഉന്നത പദവിയിൽ ഇന്ന് ഏറ്റവും ദാരിദ്ര്യത്തിൽ ജീവിച്ച, കഷ്ടപ്പാടുകൾ നിറഞ്ഞുകൊണ്ട് ജീവിച്ച, ഒരു നേരത്തെ അന്നത്തിന്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വഴിയില്ലാതെ ജീവിച്ച, പെട്രോൾ പമ്പിൽ ജോലി ചെയ്ത് സ്വന്തം കുടുംബത്തെ പോറ്റി ഭക്ഷണം റെഡിയാക്കി അവനവന്റെ വയറ് നിറയ്ക്കാൻ കഷ്ടപ്പെട്ട ആ പ്രമുഖ വ്യക്തി ഇന്ന് ലോകത്തെ വ്യവസായങ്ങളുടെ ഏറ്റവും വലിയ അധിപനായി മാറാൻ ധീരുഭായ് അംബാനിക്ക് കഴിഞ്ഞെങ്കിൽ, 8ാം ക്ലാസ്സിൽ പലവട്ടം തോറ്റ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി 1000 തവണ പരീക്ഷണങ്ങൾ നടത്തി, എല്ലാ പരീക്ഷണങ്ങളും പരാജയപ്പെട്ട് അവസാനം ലോകത്തിന്റെ ശാസ്ത്രജ്ഞനായി മാറാൻ ആൽബർട്ട് ഐൻസ്റ്റീന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓരോ കഷ്ടപ്പാടുകളും ഓരോ വേദനകളും എല്ലാ കാലം ചവിട്ടി അമർത്തി ഇന്ന് ലോകത്ത് കാണുന്ന ഓരോ മഹാന്മാരും ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഓരോ വ്യവസായ സ്ഥാപനങ്ങളും ഓരോ സ്കൂളുകളും ഓരോ സ്ഥാപനങ്ങളുമായി ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ എനിക്കെന്തുകൊണ്ട് കഴിയില്ല? ആ ചിന്തയാണ് എന്നെ ഇപ്പോൾ അലട്ടുന്നത്. അതുകൊണ്ട് ആ പ്രമുഖ വ്യക്തികളെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ആ പ്രമുഖ വ്യക്തികളുടെ വ്യക്തിത്വവും അവരുടെ നിലപാടുകളും ഉറച്ച തീരുമാനങ്ങളും സ്നേഹവും കഷ്ടപ്പാടും എല്ലാം ഞാൻ പഠിക്കുന്നു. ആ പഠിത്തത്തിലൂടെ എൻ്റെ ഈ സ്കൂളിനെ ഉന്നത നിലവാരത്തിലുള്ള സ്കൂളായി മാറ്റിയെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, സാംസ്കാരികപരമായും വിദ്യാഭ്യാസപരമായും അതുപോലെ തന്നെ ഓരോ വേദനാജനകമായ സിറ്റുവേഷനുകളും കുട്ടികളെ കൈകാര്യം ചെയ്യുവാനും ഭാവി തലമുറയെ പടുത്തുയർത്തുവാനും വേണ്ടി മാത്രമാണ് ഈ സ്കൂളിൽ ഇവിടെ പ്രവർത്തിക്കുന്നത്. ലാഭേച്ഛ നോക്കിയല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, ലാഭേച്ഛ നോക്കിയാണെങ്കിൽ ഇന്ന് ഈ സ്കൂൾ ഇങ്ങനെ നടത്താൻ പറ്റില്ല. കാരണം ഞാൻ പെട്ടുപോയ ആളാണ്. പക്ഷേ ഇന്ന് ഞാൻ പെട്ടുപോയാൽ ഞാൻ ഒരിക്കലും ഇനി മേലാൽ ഞാൻ പറയില്ല. കാരണം ഇതെന്റെ സ്വപ്നമാണ്. ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ ഓരോരുത്തരും, ഓരോ രക്ഷിതാക്കളും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ എല്ലാ അർത്ഥത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇന്ന് ചെയ്യുന്നുണ്ട്. നാളെയും അങ്ങനെ ഓരോ സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു കാലത്ത് ഇതുപോലെ നിറഞ്ഞ സദസ്സിൽ വെച്ച്
ഏറ്റവും ഉന്നതമായ പദവി അലങ്കരിക്കുന്ന സ്കൂളായി ഈ സ്കൂളിനെ പ്രഖ്യാപിക്കുന്ന ഒരു കാലം വരും. അതാണ് എന്റെ സ്വപ്നം. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇന്ന് ഈ നിറഞ്ഞ വേദിയിൽ ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കളും മനസ്സുകൊണ്ട് തയ്യാറെടുക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം ഞങ്ങൾ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ കുട്ടികളെയാണ്. നിങ്ങളുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത് എൻ്റെ കുട്ടിയാണ്, ഈ സ്കൂളിന്റെ കുട്ടിയാണ്, ഈ അധ്യാപകരുടെ കുട്ടിയാണ്. ഈ അധ്യാപകരുടെ കുട്ടികൾ ഞങ്ങൾ അധ്യാപകരുടെ കുട്ടിയായി തന്നെയാണ് കാണുന്നത്. അധ്യാപകരുടെ കുട്ടികളെ പോലെയല്ല കാണുന്നത്. നിങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ കുട്ടികളാണ്. ഇത് തറപ്പിച്ച് പറയുന്നതിന് കാരണം നിങ്ങൾക്കറിയാം, ഇന്നിവിടെ 200 കുട്ടികളുടെ കലാപ്രകടനങ്ങൾ അരങ്ങേറാൻ പോവുകയാണ്. ഈ നിമിഷത്തിൽ ഈ വേളയിൽ നിങ്ങളോട് പറയുക ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സത്യം എന്തെന്ന് വെച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. 200 കുട്ടികളെ ഒരേ പേര് പോലെ ഈ വേദിയിൽ കയറ്റുകയാണ്. ഒരു വേർതിരിവുമില്ല, ഒരു സെലക്ഷനുമില്ല. എല്ലാ കുട്ടികൾക്കും അവരനുസരിച്ച് അവരുതകുന്ന രീതിയിലുള്ള അവസരങ്ങൾ കൊടുത്തുകൊണ്ട് ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓരോ കുട്ടികൾക്കും 8 മാസക്കാലം പഠിച്ച് വിദ്യാർത്ഥികളായി പഠിച്ച് അവരുടെ രക്ഷിതാക്കളിൽ നിന്നും അവരുടെ ടീച്ചേഴ്സിൽ നിന്നും അത്യന്തം അതിഭീകരമായിട്ടുള്ള പ്രഷർ എന്ന് പറയുമ്പോൾ ഫ്രസ്ട്രേഷൻ. നമുക്കറിയാം, ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഫ്രസ്ട്രേഷൻ എന്താന്ന് പറഞ്ഞാൽ. നമ്മൾ വിചാരിക്കും നമ്മൾ വലിയവർക്ക് മാത്രമേ ഫ്രസ്ട്രേഷൻ ഉള്ളൂ. തെറ്റാണ്. ആ കൺസെപ്റ്റ് മാറ്റണം. നമ്മുടെ ഓരോ കുട്ടികൾക്കും ഫ്രസ്ട്രേഷൻ ഉണ്ട്, വിഷമമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ സത്യത്തിൽ നമ്മളൊന്നും അത് കാണുവാൻ കൂട്ടാക്കുന്നില്ല. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ കുട്ടി ഈ ഒരു കാഴ്ചപ്പാടാണ്. പക്ഷേ ആ കുട്ടി അനുഭവിക്കുന്ന ഫ്രസ്ട്രേഷൻ കാലം അവരെ ഓരോന്ന് പഠിപ്പിച്ചെടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സെന്ന് പറയുന്നത് വിളനിലമാണ്. എന്നാൽ കുട്ടികളുടെ മനസ്സെന്ന് പറയുന്ന സമയത്ത് വളരെ ശക്തമാവുന്നതും ആർജവമുള്ളതുമായ ശൂന്യമായ ഒരു വിളനിലമാണ്. എക്സ്ട്രീംലി ശൂന്യമായ ഒരു വിളനിലമാണ്. ആ വിളനിലത്തിൽ നിങ്ങൾ എന്ത് വിത്തുപാകുന്നുവോ അത് കാറ്റേറ്റ്, വെയിലേറ്റ്, മഞ്ഞേറ്റ്, കുളിരേറ്റ് ഒരു കാലം ഭാഗമാകുമ്പോൾ മുള പൊട്ടി പുറത്തു വരിക തന്നെ ചെയ്യും. ഇന്ന് നിങ്ങൾ ഓരോ കുട്ടികളെയും അവനവന്റെ കുട്ടികളെ നെഞ്ചോട് ചേർക്കാൻ താല്പര്യം കാണിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഒരേ ഒരു ചോദ്യം. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾ സ്കൂൾ വിട്ടു വരുന്ന ഒരു കുട്ടി ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വീട്ടിൽ കയറി വരുമ്പോൾ ആദ്യമായി നിങ്ങൾ എന്താ ചെയ്യുക? കുട്ടിയുടെ ബാഗ് വാങ്ങിച്ചെടുക്കും, കുട്ടി ഓടിപ്പോവും. അഥവാ മോനെ ഓടി പൊയ്ക്കോ, ഞാൻ ബാഗുമായി പുറകു വരാം. ഇതാണ് യാഥാർത്ഥ്യം സംഭവിക്കുന്നത്. ഭൂരിപക്ഷം രക്ഷിതാക്കളുടെയും കാര്യം അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ സ്കൂളിൽ നിന്നും പുറത്തിറങ്ങി വീട്ടിലേക്ക് വരുന്ന ആ കുട്ടിയെ നെഞ്ചോട് ചേർക്കാൻ നിങ്ങൾ ക്ഷമ കാണിക്കണം. ക്ഷമ കാണിച്ചേ പറ്റൂ. താല്പര്യം കാണിക്കണം. ആ സ്നേഹം നിങ്ങൾ കാണിക്കണം. ഇന്ന് നിങ്ങൾ കുട്ടിയെ നെഞ്ചോട് ചേർക്കാൻ താല്പര്യം കാണിച്ചില്ലെങ്കിൽ നാളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലം ഭാഗമാകുമ്പോൾ ആ കുട്ടി നിങ്ങളുടെ നെഞ്ചത്തെ അല്ലെങ്കിൽ ഈ സൊസൈറ്റിയുടെ നെഞ്ചത്ത് കുത്തുന്ന ഒരു കുട്ടിയായി മാറിയിരിക്കും. ഇത് സത്യമാണ്. നിങ്ങൾ ഇന്ന് നെഞ്ചോട് ചേർത്ത് അവനെ കെട്ടിപ്പുണരുവാൻ താല്പര്യം കാണിക്കാതെ വരുമ്പോൾ അവൻ ഈ ലോകത്തിന്റെ വർഗീയ ശത്രുവായി മാറും. ഈ ലോകത്തിലെ ഏറ്റവും നിങ്ങൾ വിഷമിക്കുന്ന, ഏറ്റവും നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു കുഞ്ഞായി മാറും. അവനെ മുത്തം കൊടുക്കണം, അവനെ സ്നേഹിക്കണം. കുട്ടിയെ താല്പര്യത്തോടെ നെഞ്ചോട്ട് അടുപ്പിച്ചു നിർത്തണം. കാര്യങ്ങൾ ചോദിക്കണം. അധ്യാപകരെ കുറിച്ച് ചോദിക്കണം. സ്കൂളിനെ കുറിച്ച് ചോദിക്കണം. സ്കൂളിൽ എന്തെടുത്തു, എന്ത് പഠിപ്പിച്ചു, ഏത് ടീച്ചർ എന്ത് പഠിപ്പിച്ചു, ഇത്യാദി കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചോദിച്ചറിയണം. പക്ഷേ ദൈവാധീനം എന്ന് പറയുന്നത് ഏറെക്കുറെയുള്ള ഒട്ടുമിക്ക രക്ഷിതാക്കളും അങ്ങനെ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നില്ല. കുറച്ചൊക്കെ കാണും. പക്ഷേ ഇന്ന് മുതൽ പ്രസ്ഥാന സ്കൂളിൽ പഠിക്കുന്ന ഓരോ രക്ഷിതാക്കളും, ഓരോ കുട്ടികളെയും രക്ഷിതാക്കളോട് ഞാൻ പ്രത്യേകം ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ സ്കൂളിൽ നിന്നും വരുമ്പോൾ നെഞ്ചോട് ചേർത്ത് അവനോട് കാര്യങ്ങൾ തിരക്കണം. അവന്റെ കയ്യിൽ മൊബൈൽ കൊടുത്ത് പറഞ്ഞയക്കല്ലേ.
അങ്ങനെ കൊടുത്ത് പറഞ്ഞയക്കുമ്പോൾ നിങ്ങൾ അതിദാരുണമായ ഒരു കുഴിയിലേക്ക്, വേദനാജനകമായ ഒരു സിറ്റുവേഷനിലേക്ക് ആ കുട്ടിയെ പറഞ്ഞു വിടുകയാണ്. ഫ്രസ്ട്രേഷനിൽ നിന്നും വീണ്ടും ഫ്രസ്ട്രേഷനിലേക്കും, കഷ്ടപ്പാടിൽ നിന്നും ചിന്തകളിൽ നിന്നും ഏറ്റവും വലുതായ ചിന്തകളിലേക്കും ആ കുട്ടിയെ പറഞ്ഞു വിടുന്നതാണ് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഓരോ ടീച്ചേഴ്സിനെ കുറിച്ചും സ്കൂളിലെ കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ വിരിയുന്നത് എത്രയോ ഗംഭീരമായ, നമ്മൾ ഇതുവരെ കാണാത്ത പുഷ്പങ്ങളായിരിക്കും. അത് കാണാൻ നമുക്കത് കാണാനും അത് പ്രകടിപ്പിക്കാനും കുട്ടിയോട് സംവദിക്കാനും ഉള്ളൊരു ശേഷി കൈവരണം. ഞാൻ പലപ്പോഴും പല മീറ്റിങ്ങുകളിലും പല കാര്യങ്ങളും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഈ വേദിയിൽ 200 കുട്ടികളുടെ രക്ഷിതാക്കൾ സന്നിഹിതരാണ്. അതുകൊണ്ട് തന്നെ ഈ വേദിയിൽ അസന്നിഗ്ധമായി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുട്ടിയെ ആദരണീയരായി, സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, വാത്സല്യം എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം, വാത്സല്യമല്ല ജീവിതം, വേദനയല്ല ജീവിതം. വാത്സല്യവും വേദനയും കഷ്ടപ്പാടും ദുരിതങ്ങളുമാണ് ഈ ജീവിതം. നമ്മളിവിടെ പഠിപ്പിക്കുന്നത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കേവലം ജോലി ചെയ്ത് ജീവിക്കാനുള്ള സമ്പത്ത് സമ്പാദിക്കുക എന്നുള്ളതല്ല. മറിച്ച് വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഏറ്റവും ഉന്നതമായ ശ്രേണിയിൽ ജീവിക്കുകയാണെങ്കിലും ഏറ്റവും താഴെക്കിടയിലുള്ള ശ്രേണിയിൽ ജീവിക്കുകയാണെങ്കിലും നമ്മുടെ ആ ശ്രേഷ്ഠ ജന്മത്തിൽ വരുന്ന ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള കെൽപ്പും തൻ്റെടവും ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. ആ വിദ്യാഭ്യാസം എന്നെ പഠിപ്പിച്ചത് അതാണ്. ഞാൻ ഇന്നിവിടെ ഇരുന്ന് പറയുമ്പോൾ ഞാൻ അനുഭവിച്ച ദുഃഖങ്ങളും വേദനകളും ഒരുപാട്. അത്തരം വേദനകളെ കുറിച്ചോ അല്ലെങ്കിൽ വിഷമങ്ങളെ കുറിച്ചൊന്നും ഈ വേദിയിൽ സംസാരിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. മാത്രമല്ല, ഈ പശ്ചാത്തലത്തിൽ നിങ്ങളുടെ ഏവരുടെയും കണ്ണുകളിലെ ആകാംക്ഷ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ വളരെ ഗംഭീരമായ പ്രകടനങ്ങളിലെ നിരതട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു വേദിയിൽ ഏറെ ബുദ്ധിമുട്ടിക്കുന്നതും നിങ്ങൾക്ക് അരോചകമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ സ്കൂൾ വളരുകയാണ് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അത് പറയുന്നതിന് ഒരു കാരണമുണ്ട്. എന്തെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് കുറേശ്ശെ ഏറ് കെട്ടി തുടങ്ങിയിരിക്കുന്നു. ഒരു പക്ഷേ സാർ എന്താ ഉദ്ദേശിച്ചതെന്ന് ഇന്ന് 200 കുട്ടികളുമായി ഈ വേദിയിൽ അവരുടെ പ്രകടനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ നാളെ 2000 കുട്ടികളാവുമ്പോൾ ആ 2000 കുട്ടികൾക്കും വേണ്ടി ഈ വേദി നമ്മൾ ഒരുക്കി കൊടുത്തിരിക്കും. 2000 കുട്ടികളെ ഗംഭീരമായ പ്രകടനത്തിലൂടെ ആനുവൽ ഡേ ഞങ്ങൾ ആഘോഷിക്കും. ഇത് സ്കൂൾ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രസ്ഥാനന്റെ അദമ്യമായിട്ടുള്ള ആഗ്രഹമാണ്, സ്വപ്നമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട, നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു സന്തോഷം. എന്തെന്നാൽ ഏറ് കിട്ടിത്തുടങ്ങിയിരിക്കുന്നു. ആ ഏറെന്ന് പറയുമ്പോൾ അത്യാവശ്യം പുറത്തുനിന്ന് ബാഹ്യകരങ്ങളിൽ നിന്ന്, നിങ്ങളിൽ നിന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ബാഹ്യകരങ്ങളിൽ നിന്ന് കുറച്ച് ഏറ് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അതിനർത്ഥം എൻ്റെ മാവ് പൂക്കാൻ തുടങ്ങി, കായ്ക്കാൻ തുടങ്ങി. ഏറെ സന്തോഷം. കാരണം എന്ത് പ്രതിസന്ധികൾ വന്നാലും, എത്ര വലിയ ഏറ് കിട്ടിയാലും എൻ്റെ പാത മുന്നോട്ട് തന്നെയാണ്. ഞാൻ വെച്ച കാലം മുന്നോട്ട് തന്നെയാണ്. ജനന മരണങ്ങൾക്കിടയിൽ ഏറ്റവും കുറഞ്ഞ സമയം ഞാൻ ജീവിച്ചിരിക്കും. നിങ്ങൾ ഓരോരുത്തരും, നമുക്ക് സുനിശ്ചിതമായ ഒന്നേ ഉള്ളൂ, മരണം. ജനിച്ചത് ആർക്കോ വേണ്ടി, മരിച്ചത് നമുക്ക് വേണ്ടിയാണ്, മരിക്കാൻ പോകുന്നത് നമുക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ജനന മരണങ്ങൾക്കിടയിലുള്ള കേവലം ഒരു സമയം, അതിൽ ഉറങ്ങണം, ഉണ്ണണം, മറ്റ് കലാപരിപാടികൾ നടത്തണം, വേണ്ടേ? ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ജീവിച്ച് കാണിക്കാൻ എന്തുണ്ട്? ജീവിച്ച് കാണിക്കാനും നമ്മുടെ ബിംബങ്ങൾ, നമ്മുടെ പ്രതിബിംബങ്ങൾ ഈ ഭൂമിയിൽ ഉപേക്ഷിക്കുവാനും പറ്റുന്ന രീതിയിലുള്ള, താത്വികമായ രീതിയിലുള്ള എന്തെങ്കിലും ഒന്ന് ഈ ഭൂമിയിൽ അവശേഷിച്ചു പോകണം. എന്റെ ചിന്ത അതാണ്. അതുകൊണ്ട് തന്നെ ആ ചിന്തയിൽ ഊന്നിയുള്ള
ചിന്താത്മകമായ പ്രവൃത്തിയിലാണ് ഞാൻ ഊന്നൽ കൊടുക്കുന്നത്. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഓരോ ഏറും, ആ ഏറുകളെ ഞാൻ കയ്യിൽ ആവാഹിക്കും, എൻ്റെ നെഞ്ചിൽ ആവാഹിക്കും. അത് ഞാൻ കാലിൻ്റെ ചുവട്ടിലിടും. ആ കാലിൻ്റെ ചുവട്ടിലിട്ട് ആ കല്ലിൻ്റെ മുകളിൽ ഞാൻ കയറി നിന്ന് എൻ്റെ ഒരു കൈ ഉയർത്തിയുള്ള ഒരു പ്രകടനമുണ്ട്. ആ പ്രകടനം നയിക്കുന്ന ഒരു കാലം വരും എന്ന് എനിക്ക് സുനിശ്ചിതമാണ്. അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അതുകൊണ്ടൊന്നും ഞാൻ പേടിക്കുന്നില്ല. അത്തരക്കാരോട്, ആ ഭാഗ്യശക്തികളോട് എനിക്ക് പറയുവാനുള്ള ഒരേ ഒരു കാര്യം, നീലാകാശ വിധാനത്തിൽ പാറിപ്പറക്കുന്ന, നമുക്കറിയാം, അപ്പൂപ്പൻ താടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ അപ്പൂപ്പൻ താടികൾ നീലാകാശ വിധാനത്തിൽ പാറിപ്പറക്കുന്നു. നീലാകാശ വിധാനത്തിൽ പാറിപ്പറക്കുന്ന അപ്പൂപ്പൻ താടികളെ കണ്ട് നമ്മൾ ചിന്തിക്കുകയാണ്, ഇത്രയും സുന്ദരമായ ഭൂമിയുടെ, ഇത്രയും വർണ്ണശോഭളമായ ഭൂമിയുടെ ആ ഭൂമിക്ക് ഗുരുത്വാകർഷണമില്ല എന്ന് ആരും കരുതണ്ട. ഇന്ന് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ നടക്കുകയും നിൽക്കുകയും മറ്റു കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ ഭൂമിക്ക് ഗുരുത്വാകർഷണമുണ്ട്. അപ്പൂപ്പൻ താടി നാളെ കീഴേ വരുന്ന ഒരു സമയം സംജാതമാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് അപ്പൂപ്പൻ താടികളെ കണ്ട് ഭൂമിക്ക് ഗുരുത്വാകർഷണമില്ല എന്ന് അത്തരക്കാരെ ഞാൻ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇത് നിങ്ങളെ അലോസരപ്പെടുത്തുവാൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് നിങ്ങളുടെ കേവല ശ്രദ്ധ, നിങ്ങളുടെ കേവലമായ ബുദ്ധി അത്തരം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രസ്ഥാന സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സാരഥി എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, നമുക്കൊരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, എൻ്റെ കുട്ടികളുടെ ഉന്നമനം. ആ ഉന്നമനത്തിന് എന്തും ഞാൻ ചെയ്യും, ഏതറ്റം വരെയും പോകും. നിങ്ങൾ നമ്മളെ ഏൽപ്പിക്കുന്ന ഓരോ കുട്ടികളെയും ചിപ്പിലടച്ച കുട്ടികളായും ചിപ്പിലടച്ച മുത്തുകളായി നിങ്ങൾ ഓരോ കുട്ടികളെയും ഞങ്ങളെ ഏൽപ്പിക്കുമ്പോൾ, ആ മുത്തുകളെ ചിപ്പിൽ നിന്നും പുറത്തെടുത്ത് ഊതി തഴുകി മിനുക്കി ആ മുത്തുകളെ ഞങ്ങൾ കർമ്മനിരതവുമായ വിദ്യാഭ്യാസ സംസ്കരണം ചെയ്തെടുത്ത്, ആത്മഛേദന ചെയ്തെടുത്ത്, അവന്റെ ആത്മാവിൽ ആത്മപ്രകാശം പകർത്തി അവനെ ഊർജ്ജസ്വലമുള്ള ഒരു കുട്ടിയായി, നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും ഈ സമൂഹത്തിന് തന്നെയും വേണ്ടപ്പെട്ടവരായി, നല്ല കുട്ടികളായി നിങ്ങളുടെ മക്കളെ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുന്ന ഒരു കാലം വരും. അത് ചെയ്തിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുകയാണ്. ഏറെ ഈ ഒരു ദീർഘമായ പ്രസംഗത്തിന് സമയമില്ല. ഞാൻ കുറച്ച് സമയം സംസാരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. സംസാരിച്ചു എന്നാ പറയുന്നത്, എൻ്റെ അടുത്ത് നിർത്തിക്കൊള്ളാനാണ് പറയുന്നത്. നിങ്ങൾക്ക് കേൾക്കാം, ചില കണ്ണുകൾ ചിരിക്കേണ്ട, ആരും ചിരിക്കേണ്ട, ഞാൻ നിർത്താൻ പോവാണ്. ഒരേ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താണ്. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ തരുന്ന ഓരോ പിന്തുണയും ഈ സ്കൂളിന്റെ പ്രചോദനമാണ്. ഈ സ്കൂളിലെ ഓരോ അധ്യാപകരും എടുത്ത എഫർട്ട്, ഒരു വർഷക്കാലത്തെ എഫർട്ടാണ് ഇന്നിവിടെ കാണാൻ പോകുന്നത്. ഇവിടുത്തെ ഓരോ അധ്യാപകരും അതികഠിനമായി പ്രയത്നം ചെയ്ത്, അതിഭീകരമായി വർക്കൗട്ട് ചെയ്ത്, സങ്കീർണമായ പല പ്രശ്നങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച്, ചെറിയ കുട്ടികളെ മുതൽ വലിയ കുട്ടികളെ വരെ അവർ ഏകമനസ്കരായി കളിപ്പിച്ചെടുത്ത് അവരെ വളരെ നല്ല ശക്തരായിട്ടുള്ള കുട്ടികളാക്കി ഇന്ന് അവരുടെ പ്രകടനം ഇവിടെ നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്കൂളിനെ കുറിച്ചും എൻ്റെ കുട്ടികളെ കുറിച്ചും എൻ്റെ അധ്യാപകരെ കുറിച്ചും നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വിനീതമായ രക്ഷിതാക്കളെ കുറിച്ചും എനിക്ക് ഒരുപാട് സ്വപ്നം കാണുവാൻ ഇന്ന് വക തന്നിരിക്കുകയാണ്. നാളെ വീണ്ടും ഒരുപാട് നല്ല രീതിയിൽ സ്വപ്നം കാണുവാൻ ഈ നിറഞ്ഞ വേദി എന്നെ പ്രേരിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരേ ഒരു കാര്യം നിങ്ങളോട് ഞാൻ അവസാനമായി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്താം. അത് എന്തെന്നാൽ, നമ്മൾ പ്രസ്ഥാന സ്കൂൾ ഇന്നേ വരെ യാതൊരു തരത്തിലുള്ള
അഡ്വർടൈസ്മെന്റുകളോ മാർക്കറ്റിംഗ് ടെക്നോളജിയോ മാർക്കറ്റിംഗ് മെത്തേഡുകളോ അഡോപ്റ്റ് ചെയ്തിട്ടില്ല. എന്തിനു വേണ്ടി? അഡ്മിഷന് വേണ്ടി. 5 കുട്ടികളുമായി സ്കൂൾ തുടങ്ങുമ്പോൾ ഇത് എവിടം വരെ എത്തുമെന്ന് എനിക്ക് യാതൊരു സങ്കല്പമില്ലായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിലൂടെ മുന്നിയാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഓരോ രക്ഷിതാക്കളും മനസ്സ് വെച്ചാൽ ഓരോ കുട്ടികളെ അഡ്മിഷനായി ഇവിടെ കൊണ്ടുപോകാം. അത് നിങ്ങളെ കൊണ്ട് കഴിയും. നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. നിങ്ങൾ മാത്രം. ഈ സ്കൂളിന്റെ സാരഥി എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഇവിടുത്തെ ഈ സ്കൂളിന്റെ നിലവാരം ഉയർത്തുവാൻ, കർമ്മ പരിപാടികൾ തയ്യാറാക്കുവാൻ, എനിക്ക് പ്രേരണയും പിന്തുണയും നൽകുവാൻ നിങ്ങൾ ഓരോരുത്തരും സന്നദ്ധരാകും. ഒരുപാട് പദ്ധതികൾ നമ്മുടെ മനസ്സിലുണ്ട്. അടുത്ത വരും വർഷങ്ങളിലെല്ലാം അത്തരം കർമ്മ പരിപാടികൾ, കുട്ടികളുടെ നിലവാരം ഉയർത്തുന്നതിനുള്ള പരിപാടികൾ നമ്മൾ ഓരോന്നായി നടപ്പിലാക്കും. ഒന്നും ഞാൻ ആർത്തി കൊണ്ട് നടത്തില്ല. എൻ്റെ വേഗം പതുക്കെയാണ്. 170 കിലോമീറ്റർ വേഗത്തിൽ ഇരയെ തേടുന്ന ചീറ്റപ്പുലികളുണ്ട്. ഞാൻ അത്തരം ചീറ്റപ്പുലികളല്ല. മറിച്ച് ആഫ്രിക്കൻ വനാന്തരങ്ങളിലുള്ള ഒരുതരം ചെന്നായ്ക്കൾ, വേട്ടനായ്ക്കൾ. അത്തരം വേട്ടനായ്ക്കളുടെ ഓട്ടം എന്ന് പറഞ്ഞാൽ 60 കിലോമീറ്ററാണ്. അവ ഇരയെ തേടാൻ ഇറങ്ങിയാൽ അവരുടെ മാക്സിമം കിലോമീറ്റർ സ്പീഡ് 70 കിലോമീറ്ററാണ്. ആ 70 കിലോമീറ്ററിൽ അവർ ഓടുമ്പോൾ മണിക്കൂർ കണക്കിന് അവ ഓടും. ഇരയെ ലക്ഷ്യം വെച്ച് ഓടും. ലക്ഷ്യം മാത്രമേ അവരുടെ കണ്ണിലുള്ളൂ. അതേസമയം ചീറ്റപ്പുലിയാണെങ്കിൽ 15 മിനിറ്റ് ഓടുമ്പോഴേക്കും അവൻ തളർന്നു. ഇര ഓടി രക്ഷപ്പെടും. ചെന്നായ്ക്കൾ 70 കിലോമീറ്റർ ഓടി ലക്ഷ്യം പ്രാപിക്കുക തന്നെ. എൻ്റെ സ്പീഡ് 70 കിലോമീറ്ററാണ്. എന്നും 70 കിലോമീറ്റർ ആയിരിക്കും. കാരണം എനിക്ക് എൻ്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക. ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഏത് കഠിന പ്രയത്നത്തിനെയും നിങ്ങളുടെ ഓരോ കരങ്ങൾക്കും, പ്രവർത്തിക്കുന്ന കരങ്ങൾക്കേ ശക്തിയുള്ളൂ. ആ പ്രവർത്തിക്കുന്ന കരങ്ങളിൽ ഒന്നായി നിങ്ങളുടെ കരങ്ങൾ മാറണം. അതിനുള്ള എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും പിന്തുണയും നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും ഈ സ്കൂളിന് വേണ്ടി ഉണ്ടാകണം എന്ന് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഏവരുടെയും അഭ്യർത്ഥിക്കുന്നത്. ഇത് ഏറ്റെടുക്കുന്നുണ്ടോ? ഇത് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ കൈയടിക്കുക. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഈ പ്രോത്സാഹനമാണ് ഇന്ന് ഈ സ്കൂൾ ഇവിടെ ഇങ്ങനെ നിലനിൽക്കുന്നത്. നാളെ അതിശക്തമായി ചിന്തിക്കുവാനും അതിശക്തമായ പദ്ധതികളുമായി മുന്നോട്ട് പോകുവാനും നിങ്ങളിൽ ഒരാളായി ഞാൻ മുതലാളിയൊന്നുമല്ല, സാധാരണക്കാരനായ ആളാണ്. നിങ്ങളിൽ ഒരാളാണ്. എൻ്റെ ഹൃദയസ്പന്ദനങ്ങൾക്ക് ബലമേകാൻ, ശക്തിയേകാൻ നിങ്ങളുടെ ഓരോ കരങ്ങൾക്കും, നിങ്ങളുടെ ഓരോ ചിന്താഗതികൾക്കും, നിങ്ങളുടെ ഓരോ മനസ്സുകൾക്കും ശക്തി തരട്ടെ. സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും, ഇവിടെ സന്നിഹിതരായ ഓരോരുത്തർക്കും എൻ്റെ അഭിവാദ്യം. ജയ് പ്രസ്ഥാൻ, ജയ്